सीताराम 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 कहिए, सीताराम 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 कहिए। जाहि विधि राखे राम ताहि विधि रहिए, जाहि विधि राखे राम। ഓം സദ്ഗുരുഭ്യോ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കാമക്രുതാദ്യഖിലദോഷമവാസ്യ രാമനാമാക്ഷരമൃതഗണൈർഹൃദയം നിഷിഞ്ച യഃ സാധനുഗ്രഹപഥേന ദിവം വിവേശ തം ശ്രീനീലകണ്ഠഗുരുപാദമനുസ്മരാമി. വിഗ്രഹേ രാമചന്ദ്രസ്യ വിലയീഭൂതചേതസാ അഹം ബ്രഹ്മേതി വേദാന്തതത്വബോധസ്വരൂപിണേ വിഭൂതിമാത്രദാനേന സർവാനുഗ്രഹദായിനേ ശ്രീനീലകണ്ഠശിഷ്യായ സത്യാനന്ദായ തേ നമഃ. വൈദേഹീമഭിവീക്ഷ്യജാതപുളകാം വാമാങ്കമാസേവിനിം വാമേനസ്തനജൂജുകം പുളകിനാ വാമം കരേണാമൃശൻ തത്വം ദക്ഷിണവാണിനാ കലിതയാ തന്മുദ്രയാ ദർശയൻ രാമോ മാരുതിസേവിതോ ലസതു മേ സാമ്രാജ്യസിംഹാസനെ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഗതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഹനുമാൻ ചാലിസയുടെ. ഇന്നത്തെ രണ്ടാമത്തെ ദോഹയാണ്, മംഗള ആചരണത്തിലുള്ള ദോഹ. ബുദ്ധിഹീന തനജാനിക്കേ സുമിരൗ പവനകുമാർ ബലബുദ്ധി വിദ്യ ദേഹുമോഹി ഹരഹു കലേശ് വികാർ. ബുദ്ധി തന്നെ, ഹീന് ഇല്ലാതെ, തനു എന്ന് പറഞ്ഞാൽ ദേഹം, ജാനിക്ക് അറിയുക, സുമിരോ ഓർക്കുക, പവന കുമാർ വായുപുത്ര, ബല ശക്തി, ബുദ്ധി തന്നെ, വിദ്യ ജ്ഞാനം, ദേഹു തരു, മോഹി എനിക്ക്, ഹരഹു ഇല്ലാതാക്കണം, കലേശ് ശാരീരികം, വികാരം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം പറയുന്നത് എങ്ങനെയാണ്? അല്ലയോ വായുപുത്ര, വിശേഷബുദ്ധിയില്ലാത്തവനായ അല്ലെങ്കിൽ ദേഹബുദ്ധിയോട് കൂടിയ ഞാൻ നിന്നെ സ്മരിക്കുന്നു. കാരണം നമ്മുടെ അജ്ഞാനത്തിന് കാരണം നാം ദേഹമാണ് എന്നുള്ള ബോധമാണ്. അതുകൊണ്ടാണ് നാം പല വിഷയങ്ങളിലും പെട്ടുകൊണ്ട് നാം ക്ലേശങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ദേഹബുദ്ധിയോടുകൂടിയ എനിക്ക് ഈ ദേഹത്തിൽ അഹങ്കാരവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ദേഹബുദ്ധിയാണ് എനിക്ക് അങ്ങയെ പ്രാപിക്കുന്നതിന് തടസ്സമായിട്ടുള്ളത്. ഞാൻ ഗുരുവിനോട് ആദ്യം പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഈ ബുദ്ധിഹീന ആയ എൻ്റെ ഈ അവസ്ഥയെ ഞാൻ അങ്ങയെ അറിയിക്കുകയാണ്. അപ്പം ഞാനും എൻ്റെയും എന്ന ദ്വന്ദ്ഭാവം കാരണമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. അപ്പം എൻ്റെ ശരീരവും മനസ്സും ദുർബലമാണ് എന്ന് നീ അറിയുന്നല്ലോ. ദയവായി എനിക്ക് ശാരീരിക ശക്തിയും ജ്ഞാനവും അറിവും നൽകുകയും എൻ്റെ കഷ്ടപ്പാടുകളും തെറ്റുകളും എല്ലാം നീക്കം ചെയ്യുകയും ചെയ്യണമേ എന്നാണ് ഇതിൽ പറയുന്നത്. അതിന് ശക്തി, ജ്ഞാനം, വിവേചനപരമായ അറിവ്, ബല, ബുദ്ധി, വിദ്യ എന്നീ കാര്യങ്ങൾ എന്ന് 3 കാര്യങ്ങൾക്കായി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അപ്പം മനുഷ്യനെ ബാധിക്കുന്ന 5 തരം ക്ലേശങ്ങളും 6 വികാരങ്ങളുമാണ് പറയുന്നത്. ഏതൊക്കെയാണ് 5 ക്ലേശങ്ങൾ? യോഗസൂത്രത്തിൽ പറയുന്നുണ്ട്, അവിദ്യാസ്മിത രാഗദ്വേഷാഭിനിവേശ ക്ലേശ. 2ാമത്തെ അധ്യായത്തിൽ 3ാമത്തെ 11 യോഗസൂത്രത്തിൽ പറയുന്നു. എന്താണ്? അവിദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ
അജ്ഞത, അസ്മിത. അസ്മിത എന്ന് വെച്ചാൽ അഹങ്കാരം. ഇത് അജ്ഞതയുടെ ഫലമാണ്, ദേഹബുദ്ധിയുടെ ഫലമാണ് എന്ത്? അഹങ്കാരം. പിന്നെയോ രാഗം. രാഗം എന്ന് വെച്ചാൽ വസ്തുക്കളോട്, വിഷയങ്ങളോടുള്ള ആസക്തി, രാഗം. ദ്വേഷം. ദ്വേഷം വെച്ചാൽ വെറുപ്പ്. വെറുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനോട് ഇഷ്ടം തോന്നുമ്പോൾ ബാക്കിയുള്ളതിനോടുണ്ടാകുന്ന ഭാവം, വെറുപ്പ്. അഭിനിവേശം. ശാരീരികമായ സുഖത്തോടുള്ള അല്ലെങ്കിൽ ജീവിതത്തോടുള്ള അമിതമായ ആസക്തി, അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന മരണഭയവും. അപ്പോൾ ഇത് രണ്ടും നമുക്കെന്ത് തോന്നുന്നു? നമ്മുടെ ഈ ദേഹബുദ്ധിയിൽ, ദേഹബോധത്തിൽ നാം ഇരിക്കുന്നിടത്തോളം കാലം ഇത് പ്രബലമാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നത് ആരാണ്? ഗുരുവാണ്. അപ്പോൾ ഈ ക്ലേശങ്ങളായിട്ടുള്ള ആ 5 തരം ക്ലേശങ്ങളെ പറഞ്ഞു. ഇനി ആ 8 വികാരങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഏതൊക്കെയാണ്? കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യ, ഗർവ്, അഹങ്കാരം. ഇവയാണ് ആ 8 വികാരങ്ങൾ. അപ്പം ഇതാണ്, ഈ വികാരങ്ങളാണ് ഏതിന്? ജീവന് അഹങ്കാരബോധവും ജീവനോടുള്ള അമിത ആസക്തിക്കും കാരണം. നമുക്കറിയാം, ഗുരുദേവൻ്റെ, പരമഗുരുവിൻ്റെ ധ്യാന ശ്ലോകത്തിൽ തന്നെ അറിയാം, കാമകൃതാദ്യഖില ദോഷമപാസ്യ. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ആരംഭത്തിൽ തന്നെ ആ ഗുരുവിൻ്റെ സ്തുതി നമ്മൾ പറയുന്നത്. കാമക്രോധ ആദിയായ അഖില ദോഷത്തെ, എല്ലാ ദോഷങ്ങളെയും അപാസ്യ, ദൂരെ കളഞ്ഞിട്ട്, അഖില ദോഷം അപാസ്യ രാമനാമാക്ഷര അമൃതകണയർ. രാമനാമാക്ഷരങ്ങളാവുന്ന അമൃത ബിന്ദുക്കളെ കൊണ്ട് ഹൃദയം നിറച്ച ആ പരമഗുരുവിനെ ധ്യാനിക്കുന്നതോടുകൂടി തന്നെ നമ്മളിലുള്ള ഇത്തരത്തിലുള്ള ദോഷങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമാകുകയും നമ്മൾ അതിൽ നിന്നും പിന്മാറാനായി ഒരു ശ്രമം നടത്തുകയും ചെയ്യും. അപ്പം പരിമിതമായ നശ്വരമായ ഭൗതിക ശരീരമായി നാം സ്വയം കരുതുന്നിടത്തോളം കാലം നമുക്ക് ദുഃഖവും കഷ്ടപ്പാടും നമ്മളെ തേടിയെത്തുന്നു. അപ്പോൾ ശ്രീ ഹനുമാൻജിയെ വിളിച്ചിട്ട് ഹനുമാൻജിയിൽ അഭയം പ്രാപിക്കുന്നതിലൂടെ ഭക്തന് എന്ത് ചെയ്യുന്നു? ഭഗവാനെ പോലെ, ഹനുമാനെ പോലെ തന്നെ തൻ്റെ ശരീരം മുഴുവൻ ഭഗവാൻ വ്യാപിച്ചിരിക്കുകയാണെന്നും ഭഗവാന്റെ ശക്തിയാൽ ജീവൻ പ്രാപിച്ചിരിക്കുന്നുവെന്നും നമുക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് ഹനുമാന് 100 യോജന സാഗരത്തെ കടന്ന് ലങ്കയിൽ എത്തി സീതാദേവിയെ കണ്ടെത്താൻ സാധിച്ചത്. ഹനുമാന് മാത്രമേ അത് സാധിച്ചുള്ളൂ. അത് ഹനുമാനോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്താണ്? സീതാദേവിയോട് പറയുന്നതാണ്, രാമദൂത് മേ മാതു ജാനകി സത്യസപഥ് കരുണാനിധാനകി. ഇതാ ഉറച്ച വിശ്വാസമാണ്, രാമൻ്റെ ദൂതനാണ് ഞാൻ എന്ന് പറയുന്ന ഉറച്ച വിശ്വാസമാണ് ഹനുമാനെ വിജയത്തിലേക്ക് നയിച്ചത്. അപ്പോൾ അവിടെ അതുപോലെ തന്നെ പറയുന്നുണ്ട്, എന്താണ്? ബലം, ബുദ്ധി, വിദ്യ ഇവയുടെ സഹായത്താൽ മാത്രമേ നമുക്ക് ഈ മായാരൂപിയായ സംസാരത്തെ കടക്കുവാനാവുന്നുള്ളൂ. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ, ബല, ബുദ്ധി, വിദ്യ എനിക്ക് പ്രദാനം ചെയ്യണമേ എന്നാണ് അപേക്ഷിക്കുന്നത്. ഇത് തന്നെ നമ്മുടെ ലക്ഷണോപദേശത്തിലല്ല, ഈ മായാസീതയെ നിർത്തിയിട്ട്, പർണശാലയിൽ മായാസീതയെ നിർത്തിയിട്ട് രാമൻ പൊന്മാനെ പിടിക്കാൻ പോകുന്ന സമയത്ത് ലക്ഷ്മണനോട് പറയുന്നുണ്ട്, രാമായണത്തിൻ്റെ സത്സംഗത്തിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, സീതാ കേരി കരേഹു രഘുവാരി ബുദ്ധി വിവേക ബല സമയവിചാരി എന്നാണ് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞത്. അപ്പോൾ മായാസീതയെ, മായാപ്രപഞ്ചത്തെ എങ്ങനെ കാണണം? ബുദ്ധി, വിവേക, ബല, സമയ, ഈ 4 കാര്യങ്ങളിലൂടെ വേണം നാം പ്രകൃതിയെ, മായയെ കാണുവാൻ. ഇന്നത്തെ ഇതിൽ ഒന്നുകൂടെ വായിക്കുന്നു. അത് ബുദ്ധിഹീന തന ജാനികേ സുമിരോ പവനകുമാർ ബലബുദ്ധി വിദ്യ ദേഹു മോഹി ഹരഹു കലേശ് വികാർ. ഇന്നത്തെ ഹനുമാൻ ചാലിസയുടെ വരികളിൽ ഇവിടെ അവസാനിക്കുന്നു.
सियावर रामचंद्र की जय, उमापति महादेव की जय, पवन सुत हनुमान की जय, सब संतन की जय। जय जय सीताराम।